അബ്ദുൾ റഷീദ്, കഴിഞ്ഞ ദിവസം നമുക്കറിയാം 50 പാക് ഡ്രോണുകൾ 15 ഇന്ത്യയിലെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണം അത് ഇന്ത്യ കൃത്യമായി പ്രതിരോധിച്ചു. S-400 എന്ന് പറയുന്ന അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി തകർത്ത മിസൈലിൻ്റെ ഭാഗങ്ങൾ തന്നെയാണോ ഇപ്പോൾ കണ്ടെത്തിയത്? വ്യക്തത വന്നിട്ടുണ്ടോ? സിജു, തീർച്ചയായും അത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഈ മിസൈൽ ആക്രമണവുമായി ബന്ധപ്പെട്ട നിർവീര്യമാക്കിയിട്ടുള്ള മിസൈലുകളുടെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ മേഖലയിൽ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി നടത്തിയിട്ടുള്ള തിരച്ചിലിൽ നിന്നും സേനാ വിഭാഗങ്ങളും അതോടൊപ്പം ഈ ഇരു സംസ്ഥാനങ്ങളിലെയും പോലീസിന്റെ ഉദ്യോഗസ്ഥരും ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതായത് പഞ്ചാബിലെ വിവിധ മേഖലകളിലും അതോടൊപ്പം രാജസ്ഥാനിലെയും ഇത്തരത്തിലുള്ള അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. പ്രൊജക്ടൈൽ അവശിഷ്ടങ്ങളും അതോടൊപ്പം ഡ്രോൺ മിസൈലുകളുടെ അവശിഷ്ടങ്ങളുമാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനകൾ തുടർന്ന് വരികയാണ്. വിവിധ മേഖലകളിൽ കഴിഞ്ഞ ദിവസം രാജസ്ഥാനിന്റെയും അതോടൊപ്പം പഞ്ചാബിന്റെയും വിവിധ മേഖലകളിലേക്ക് പാകിസ്ഥാനിന്റെ ഭാഗത്തും നിരവധിയായിട്ടുള്ള ഡ്രോണുകൾ വിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ശക്തമായിട്ടുള്ള തിരിച്ചടി ഇന്ത്യ നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ അവശിഷ്ടങ്ങൾ തന്നെയാണ്. അതായത് ഇന്ത്യ കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ 8ഓളം മിസൈലുകൾ നിർവീര്യമാക്കി, 50ലധികം ഡ്രോണുകൾ നിർവീര്യമാക്കി. ഇത്തരത്തിൽ ഈ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇതിന്റെ ഒരു അവശിഷ്ടങ്ങൾ തന്നെയാണ്, അതായത് ഈ ആയുധങ്ങളുടെ ഒരു അവശിഷ്ടങ്ങൾ തന്നെയാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് സ്ഥിരീകരിക്കാൻ ആകുന്നത്. എന്തായാലും കൂടുതൽ പരിശോധനകൾക്കായി, അതായത് ഏത് കമ്പനിയാണ് അതോടൊപ്പം മറ്റു ഇതിന്റെ ശേഷി എന്തൊക്കെയാണെന്നുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണം ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. സൈന്യം ഇതിന്റെ സാമ്പിളുകളൊക്കെ തന്നെയും ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. രാജസ്ഥാനിലെ ജയ്സൽമേറിലെ വിവിധ മേഖലകളിൽ നിന്നും പ്രൊജക്ടൈലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അതോടൊപ്പം പഞ്ചാബിലെ അത് തന്നെയാണ് റഷീദ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ പഞ്ചാബിൽ നിന്ന് കണ്ടെത്തിയ മിസൈലിന്റെ ഭാഗങ്ങളാണ്. അതിന് ഏതു തരം മിസൈലാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചതെന്ന് സംബന്ധിച്ച പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസം ഇന്ത്യ കൃത്യമായി നടത്തിയ ഒരു പ്രതിരോധം, S-400 ഉപയോഗിച്ച് പാകിസ്ഥാൻ്റെ മിസൈലുകളെ പ്രതിരോധിച്ചത്, അത് വിജയം കണ്ടത്, അതിൻ്റെ തുടർച്ചയായി തന്നെയാകണം ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ. ഈ പാകിസ്ഥാൻ മിസൈലിൻ്റെ അവശിഷ്ടങ്ങൾ രാജസ്ഥാനിൽ നിന്നും പഞ്ചാബിൽ നിന്നും കണ്ടെത്തുകയും ചെയ്ത്. അബ്ദുൾ റഷീദ്, ഒരുപക്ഷേ ജയ്സൽമറിൽ നിന്ന് ഈ പ്രൊജക്ടൈൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തി എന്നുള്ള വാർത്ത നമ്മൾ നേരത്തെ കൊച്ചിയിൽ നിന്ന് ഉമേഷ് റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ട്. മലയാളി ഷൂട്ടിംഗ് സംഘം, സിനിമാ ചിത്രീകരണത്തിനെത്തിയ 120 അംഗ സംഘം അവിടെ വല്ലാത്ത ആശങ്കയിലായിരുന്നു. ജയ്സാൽമീറിലാണ് അവർ ഉണ്ടായിരുന്നത്. അവർ പകർത്തിയ ദൃശ്യങ്ങളടക്കം നേരത്തെ നമ്മൾ സംപ്രേഷണം ചെയ്യുകയും ചെയ്തിരുന്നു. കാര്യങ്ങൾ വളരെ വ്യക്തമായിരുന്നു. അവർ ആശങ്കപ്പെട്ടതുപോലെ തന്നെയാണ് വലിയ തരത്തിലുള്ള ആക്രമണം, ഡ്രോൺ ആക്രമണം, മിസൈൽ ആക്രമണം പാകിസ്ഥാൻ നടത്തിയിരുന്നു. അത് ജനവാസ മേഖലകളിൽ മലയാളികളടക്കം അവിടെ ഉണ്ടായിരുന്നു. അവരുടെ വാക്കുകളിൽ നിന്ന് അവരെ കൂടുതൽ ബന്ധപ്പെടുമ്പോൾ അതിൻ്റെ വ്യക്തമായ വിവരങ്ങൾ ഇനിയും ലഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. ഏതായാലും രാജസ്ഥാൻ, പഞ്ചാബ് അടക്കമുള്ള സ്ഥലങ്ങളിൽ ആക്രമണം അവർ നടത്തി. അതിൻ്റെ തെളിവുകൾ, മിസൈലുകൾ അടക്കം ഇപ്പോൾ കിട്ടിയിരിക്കുന്നു. അതേതാണ് ഉപയോഗിച്ച മിസൈൽ എന്നുള്ള പരിശോധനയിൽ ഇനി വ്യക്തമാവുകയും ചെയ്യും. സിജു, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഈ ജയ്സൽമേറിലെ വിവിധ മേഖലകളിലേക്ക് ഇത്തരത്തിൽ ഡ്രോൺ ആക്രമണവും അതോടൊപ്പം മിസൈലുകൾ വിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മലയാളികൾ അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസും അതോടൊപ്പം സൈന്യവും നേരത്തെ തന്നെ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഉണ്ടായിട്ടുള്ള ഈ ആക്രമണത്തിന്റെ അവശിഷ്ടങ്ങളാണ്, അതോടൊപ്പം മിസൈലുകളുടെ അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നൊരു പ്രാഥമിക നിഗമനത്തിലേക്കാണ് സേനാ വിഭാഗങ്ങളും അതോടൊപ്പം ഈ പോലീസും എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ നടന്നു വരികയാണ് എന്നുള്ള കാര്യം ഇപ്പോൾ രാജസ്ഥാൻ പോലീസും അതോടൊപ്പം പഞ്ചാബ് പോലീസും വ്യക്തമാക്കിയിരിക്കുകയാണ്. കാരണം ഏത് ആയുധമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, പ്രത്യേകിച്ചും ഏത് കമ്പനിയാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്, ഈ മിസൈലുകളുടെ ശേഷി എന്തൊക്കെയാണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ പഠനം നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള തുടർ നടപടികൾ ഇതിനോടകം തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും നിലവിൽ ഈ ഇരു സംസ്ഥാനങ്ങളിലെ അതിർത്തി മേഖലകളിലാണ് ഇത്തരത്തിലൊരു ആയുധങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. അതോടൊപ്പം വനാന്തര മേഖല, പഞ്ചാബിലെ വനമേഖലയിലും അതോടൊപ്പം ജയ്സൽമേറിലെ ഒരു തുറസായ സ്ഥലത്തുമാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഈ ആയുധ ശേഖരം ആയുധത്തിന്റെ മിസൈലുകളോടൊക്കെ തന്നെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത്.